കാർലോ എന്ന വിശുദ്ധൻ ജീവിതത്തിൽ ഒരു സ്വാധീനിക്കുന്നുണ്ടോ? ആകുന്നതിന് മുമ്പ് ഞങ്ങളെ ബിയാറ്റിഫിക്കേഷൻ നടന്നല്ലോ. കാരണം വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ പള്ളിയിലെ ഒരു 3 വർഷം മുമ്പ് തിരുശേഷിപ്പ് കൊണ്ട് ഇതുപോലെ ടീഷർട്ടും അദ്ദേഹത്തിൻ്റെ ഈ മുടിയും എല്ലാം ഞാൻ അന്ന് എടുത്ത ഫോട്ടോ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെക്കുന്നത്. അന്ന് മുതൽ എൻ്റെ മനസ്സിൽ കയറുകയാണ് കാർലോയെ പറ്റി. ഇനിയും അപ്പോൾ കാർലോയുടെ ഇതിലേക്ക് തിരിയും മനുഷ്യർ. മറ്റ് മോശമായിട്ടുള്ളതൊന്നും കാണാതെ കാർലോയുടെ ജീവചരിത്രം കണ്ടും അതിലൂടെ വളരാൻ പരിശ്രമിക്കും. ഈ ലോകം തന്നെ നേരായ മാർഗത്തിലേക്ക് പോകുവാൻ ഈ വിശുദ്ധിയുടെ വിശുദ്ധിയുടെ വെളിച്ചം പ്രേരകമാകട്ടെ എന്ന് ഞാൻ കരുതുന്നു. ഒരു ബനിയനും ടീഷർട്ടും ഇട്ട ഒരു വിശുദ്ധനെ അൾത്താരയിൽ കാണാന്ന് പറയുന്നത് അത് ശരിക്കും സഭയ്ക്ക് തന്നെ ഒരു അഭിമാനമാണ്. മീഡിയ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. അപ്പം നമ്മളിലും ഇതുപോലുള്ള വിശുദ്ധന്മാർ ഉണർന്നു വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാർലോ അക്യൂട്ടിസ് ഭയങ്കര മാതൃകാപരമായിട്ട് ഈശോയ്ക്ക് വേണ്ടി, അതായത് ഇപ്പം നമുക്ക് ഇന്റർനെറ്റ് അവൈലബിൾ ആണ്, പല റിസോഴ്സസ് അവൈലബിൾ ആണ്, പക്ഷെ നമ്മളതെല്ലാം തെറ്റായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. യൂക്കരിസ്റ്റിനെ കുറിച്ചുള്ള അത്ഭുതങ്ങൾ ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കി ഇത്ര കൊച്ചു പ്രായത്തിൽ തന്നെ ഇതൊക്കെ കുഞ്ഞിലേ മുതലേ ഈശോയുടെ നല്ല വിശ്വാസം ഉണ്ടായിരുന്നോണ്ടായിരിക്കാം ഇപ്പം ഇത്രയും 15 വയസ്സിൽ തന്നെ ഇത്രയും ഈശോയെ ഇഷ്ടപ്പെട്ട് ഇപ്പം മരിച്ചപ്പോൾ തന്നെ വിശുദ്ധരായി. അത് വലിയൊരു കാര്യമാണ്. ഇങ്ങനെ ഇത്ര കുഞ്ഞു പ്രായത്തിൽ തന്നെ വിശ്വാസമൊക്കെ ഉണ്ടായിരിക്കും. യുവജനങ്ങൾക്ക് ഒരു മാതൃകയായിട്ട് ഒരു വിശുദ്ധനുണ്ടാകുന്ന എല്ലാവർക്കും നമുക്കൊരു ഒരു ശക്തിയാണ്, ഒരു ഊർജ്ജമാണ്. നമ്മളെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും കാർലോയിൽ. അതാണ് ആ വിശുദ്ധനിലുള്ള ഒരു പ്രത്യേകത.